ഹായ് ഓൾ, തുമ്മാത്തവരായി ആരെങ്കിലും ഉണ്ടോ? നമ്മളെല്ലാവരും തുമ്മാറുണ്ട് അല്ലേ? പക്ഷേ നമ്മളെപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് ഈ തുമ്മൽ വരുന്നത്, എന്താണ് ഇതിന് പിന്നിലുള്ള ബയോളജി, എന്താണ് ഇതിന് പിന്നിലുള്ള സയൻസ് എന്ന് ആലോചിച്ചിട്ടുണ്ടോ? അതിൻ്റെ കാരണങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? പലപ്പോഴും നമ്മൾ സ്കൂളിലൊക്കെ എന്ത് ചെയ്യും, നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും, ഹാർട്ട് ബീറ്റ് ആണെങ്കിലും ഡൈജഷൻ ആണെങ്കിലും അബ്സോർപ്ഷൻ ആണെങ്കിലും എക്സ്ക്രീഷൻ ആണെങ്കിലൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്നതുകൊണ്ട് നമുക്കറിയാം. അതിനപ്പുറത്തേക്ക് നമ്മുടെ ശരീരത്തിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. നമ്മൾ കണ്ണ് ചിമ്മുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ തുമ്മുന്നുണ്ട്, വിയർക്കുന്നുണ്ട്, അങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? എന്താണ് അതിൻ്റെ കാരണം എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ടതാണ് തുമ്മൽ എന്ന് പറയുന്നത് അല്ലേ? നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുമ്മാറുണ്ട്, പല കാരണങ്ങൾ കൊണ്ട് തുമ്മാറുണ്ട്. എന്താണ് ഇതിൽ പ്രധാനപ്പെട്ട ഇതിലെ നമ്മുടെ ഹീറോ എന്ന് പറയുന്നത്? ട്രൈജമിനൽ നെർവ് എന്ന് പറയുന്ന ഒരു ക്രേനിയൽ നെർവാണ്. നമ്മുടെ ശരീരത്തിലുള്ള വലിയൊരു നെർവാണ് ട്രൈജമിനൽ നെർവ് എന്ന് പറയുന്നത്. ഈ നെർവിന് എന്തുണ്ട്? നമ്മുടെ മുഖത്തിലും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഫോർഹെഡ്, ജോ, അതുപോലെ തന്നെ മൂക്ക്, കണ്ണ്, അതുപോലെ തന്നെ വായ, ഈ ഒരു ഭാഗത്തൊക്കെ ഒരുപാട് സെൻസേഴ്സ് നമ്മുടെ ഈ ഒരു ട്രൈജമിനൽ നെർവിലുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫർമേഷൻസ്, നമുക്കറിയാമല്ലോ നെർവ്സ് എന്ന് പറയുന്നത് ഇൻഫർമേഷൻസ് ബ്രെയിനിലേക്ക് കൊടുക്കുന്ന ആളാണ്. അപ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ഈ ഭാഗത്തു നിന്നുള്ള ഇൻഫർമേഷൻസ് ഒക്കെ പ്രധാനമായും ഈ ട്രൈജമിനൽ നെർവ് വഴി ബ്രെയിനിലേക്ക് എത്തും അല്ലേ? ഐസ്, നോസ്, ചീക്ക്, ജോ, അതുപോലെ തന്നെ ഫോർഹെഡ്, സ്കിന്ന്, മ്യൂക്കോസൽ ലൈനിങ് ഓഫ് നോസ് ആൻഡ് മൗത്ത്. നമ്മുടെ നോസിലാണെങ്കിലും അല്ലെങ്കിൽ മൗത്തിലാണെങ്കിലും അതിൻ്റെ അകത്തുള്ള മ്യൂക്കോസൽ ലൈനിങ്ങിലൊക്കെ എന്തുണ്ട്? ഈ ഒരു ടൈനി സെൻസേഴ്സ് ഉണ്ട്. ഈ ടൈനി സെൻസേഴ്സ് എന്ത് ചെയ്യും? ഇത് പല പല സ്റ്റിമുലൻസ് ഉണ്ടാവും. സ്റ്റിമുലൻസിനെ കുറിച്ച് നമുക്ക് പറയാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതെന്ത് ചെയ്യും? അത് ബ്രെയിനിലേക്ക് ഇൻഫോർമേഷൻസ് ആയി കൊടുത്തയക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വെൻ ഏരിയ വിത്തിൻ ടെറിട്ടറി ഓഫ് ട്രൈജമിനൽ നെർവ് ഈസ് സ്റ്റിമുലേറ്റഡ് ദ റിസൾട്ട് ക്യാൻ ബി എ സ്നീസ്. അതായത് ഇവിടെ ഒരുപാട് സെൻസേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? നമ്മുടെ മുഖത്തിൻ്റെ ഈ ഭാഗത്തെല്ലാം ഒരുപാട് സെൻസേഴ്സ് ഉണ്ട്. നമ്മുടെ മൂക്കിലും വായിലും എല്ലാം അതിലെ മ്യൂക്കോസൽ ലൈനിങ്ങിലൊക്കെ ഒരുപാട് സെൻസേഴ്സ് ഉണ്ട്. ആ സെൻസേഴ്സ് സ്റ്റിമുലേറ്റഡ് ആയാൽ എന്ത് ചെയ്യും? നമുക്ക് പിന്നെ അത് ബ്രെയിനിലേക്ക് പോവുകയും അങ്ങനെ നമുക്ക് പിന്നെ തുമ്മൽ അനുഭവപ്പെടുകയും നമ്മൾ തുമ്മുകയും ചെയ്യും. ഇതാണ് തുമ്മലിന് പിന്നിലുള്ള ശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് സ്റ്റിമുലേറ്റഡ് ആകുന്നത്? നമുക്കറിയാം ഇവിടെയൊക്കെ സെൻസേഴ്സ് ഉണ്ട്, നമ്മൾ മനസ്സിലായി. ആ ട്രൈജമിനൽ നെർവിൻ്റെ സെൻസേഴ്സ് ഉണ്ട്, നമുക്ക് മനസ്സിലായി. എങ്ങനെയൊക്കെയാണ് ഇത് സ്റ്റിമുലേറ്റഡ് ആകുന്നത്? പല രൂപത്തിൽ ഇത് സ്റ്റിമുലേറ്റഡ് ആകാം. ഡസ്റ്റ് കൊണ്ട്, പൊടി കൊണ്ട് ഇത് ഈ ഒരു സെൻസേഴ്സ് സ്റ്റിമുലേറ്റഡ് ആവാം. അതുപോലെ തന്നെ ഡാൻഡർ കൊണ്ട് സ്റ്റിമുലേറ്റഡ് ആവാം. അതുപോലെ തന്നെ പിന്നെ പല രൂപത്തിലുള്ള ഫ്ലൂ, അതുപോലെ തന്നെ കോൾഡ് പോലെയുള്ള പല തരത്തിലുള്ള ഡിസീസസ് കൊണ്ടോ അല്ലെങ്കിൽ സിക്നെസ് കൊണ്ടോ ഇത് സ്റ്റിമുലേറ്റഡ് ആവാം. അതുപോലെ തന്നെ കെമിക്കൽസ്, പിന്നെ പല രൂപത്തിലുള്ള കെമിക്കൽസ്, എൻവയോൺമെൻറ്റൽ ട്രിഗേഴ്സ്, സിഗരറ്റ് സ്മോക്ക്, അതുപോലെ തന്നെ ഡ്രൈ എയർ ആണെങ്കിൽ, അതുപോലെ തന്നെ പെർഫ്യൂം ആണെങ്കിൽ, ഇതൊക്കെ പല ആളുകളിലും ഈ പിന്നെ സ്റ്റിമുലേഷൻ അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുതലും കുറവായിരിക്കും. ചില ആളുകൾക്ക് ഈ പിന്നെ നമ്മുടെ പെർഫ്യൂം തീരെ പറ്റാത്ത ആൾക്കാരുണ്ടാവും. അതിൻ്റെ മണം അടിച്ചാൽ തന്നെ പെട്ടെന്ന് തുമ്മാൻ വരുന്ന ആളുകളുണ്ടാവും. അതുപോലെ തന്നെ പൊടി പെട്ടെന്ന് തന്നെ അത് സ്റ്റിമുലേറ്റ് ആകുന്ന ആൾക്കാരുണ്ടാവും. ഓരോരുത്തരിലും ആ സ്റ്റിമുലേറ്റഡ് ആവുന്നതിൻ്റെ ഇൻറ്റൻസിറ്റി വ്യത്യാസമുണ്ടാകും. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പൊതുവായി എന്താണ്? ഇത് സ്റ്റിമുലൻ്റായി ആക്ട് ചെയ്യുന്നതാണ്. ഇതൊക്കെ നമ്മുടെ നേരത്തെ പറഞ്ഞ ട്രൈജമിനൽ നെർവിൻ്റെ പിന്നെ സെൻസേഴ്സിനെ ആക്ടിവേറ്റ് ആക്കുകയും അങ്ങനെയാണ് നമുക്ക് തുമ്മൽ അനുഭവപ്പെടുന്നത് എന്നുള്ളതാണ് അതിന് പിന്നിലുള്ള ശാസ്ത്രം. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇനി അങ്ങോട്ട് നമുക്ക് തുമ്മൽ വരുമ്പോൾ ഇത് ഏത് സ്റ്റിമുലൻ്റ് കൊണ്ടാണ് എന്നുള്ള ആലോചന നമുക്കുണ്ടാകണം. അപ്പോൾ വളരെ സിമ്പിളായി നമ്മളെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൻ്റെ പിന്നിലുള്ള ചെറിയൊരു കാരണമാണ് പറഞ്ഞത്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട്. നമ്മുടെ ശരീരത്തിൽ തന്നെ നടക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അത് നമുക്ക് വഴിയെ പഠിക്കാം. XandY Learning, better foundation, brighter future.